ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് നായർ സാറാണ്. സാർ ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. സാർ, നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസിലേക്ക് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം, അത് 25,246.25 എന്നൊരു ഹൈയിലേക്ക് എത്തിയെങ്കിൽ പോലും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാതെ 25,200 എന്നൊരു ലെവലും ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു എക്സ്പയറി ഡേ കൂടിയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള കാര്യമായ തോതിലുള്ളൊരു മുന്നേറ്റം അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും തന്നെ ഈ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ കാണുന്നില്ല. മാത്രമല്ല സെക്ടേഴ്സൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് കാണുന്നത്. ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ ഫൈനാൻസ് സൂചികയും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫാർമ, ഒപ്പം തന്നെ മെറ്റൽ സൂചികയാണ്. അതേസമയം IT സൂചികയാണ് ഇന്ന് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഏകദേശം 400-ലധികം പോയിന്റ്സ് ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനെ മറികടന്നുള്ള നമ്പേഴ്സ് ആയിരുന്നു പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു പൊതുവെ അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ. ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പ്രീ മാർക്കറ്റിലടക്കം കാര്യമായ തോതിലൊരു മുന്നേറ്റം കാണുന്നില്ല. ഇപ്പോഴും അപ്ഡേറ്റ്സ് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 1% ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും സൂരജിനോട് നമുക്ക് ധാരാളം കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. സർ, ഇന്നിപ്പോൾ മാർക്കറ്റ് ഒരു എക്സ്പയറി ഡേ ആണ്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഒന്നും തന്നെ കാണുന്നില്ല. വളരെ ഒരു ഡെഡ് ആയിട്ടൊരു മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അനില, ഇതിനകത്ത് നമ്മുടെ പ്രേക്ഷകരന് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ചില സമയത്ത് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. സർ, എന്തുകൊണ്ടാണ് നല്ല റിസൾട്ട് വന്നതിന് ശേഷവും സ്റ്റോക്ക് മാർക്കറ്റ് ആ പെർട്ടിക്കുലർ സ്റ്റോക്ക് താഴേക്ക് പോകുന്നത്? സാധാരണ ചിലപ്പോൾ നല്ല റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ ഈ സ്റ്റോക്ക് ലാസ്റ്റ് ഒരു മാസം തന്നെ 20%, 15% ഓൾറെഡി അത് ഫാക്ടർ ഇൻ ചെയ്തേക്കാം, അത് ഡിസ്കൗണ്ട് ചെയ്തേക്കാം. അപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും പലരും സെല്ല് ചെയ്ത് പുറത്തോട്ട് പോകുന്ന ഒരു രീതി കാണാറുണ്ട്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും പറയും ബൈ ഓൺ റൂമർ ആൻഡ് സെൽ ഓൺ ന്യൂസ് എന്ന് പറയുന്ന പോലെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആപ്പാട് റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെ കാണുന്നത്, നമ്മൾ പോയി പീക്കിൽ മേടിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പല സ്റ്റോക്സിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ എവിഡൻ്റ് ആണ്. അതായത് ഇപ്പോൾ കൊഫോർജ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, IT ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ മോശം റിസൾട്ട്സ് കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് എക്സെപ്ഷണൽ റിസൾട്ട്സ് ആണ് FY26 സ്റ്റാർട്ടിങ്ങിൽ കൊഫോർജ് കൊണ്ടുവന്നത്. ഐ തിങ്ക് ഞാൻ ഇന്നിപ്പോൾ വെറുതെ നോക്കിയപ്പോൾ ഏതാണ്ട് -3.3% to 4% ഡൗൺ ആണ്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഇത് നേരത്തെ എക്സ്പെക്ട് ചെയ്ത് കാണും എന്നുള്ളതാണ്. ബട്ട് ഇത് ഏർലി ഡേയ്സ് ആണ്, നമുക്കൊന്നും പറയാറായിട്ടില്ല. കൊഫോർജിന്റെ കാര്യത്തിലേക്കൊക്കെ ഞാൻ വീണ്ടും വരാം. നമുക്ക് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അനില, എല്ലായിടത്തും ചിയേഴ്സ് മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ? US ചിയേഴ്സ്, UK ചിയേഴ്സ്, യൂറോപ്യൻ യൂണിയൻ്റെ പല ഭാഗങ്ങളിലും ചിയേഴ്സ്, ഏഷ്യയുടെ പല പാർട്സിലും ചിയേഴ്സ്. ബട്ട് വി ഹാവ് ഗോട്ട് നത്തിങ് ടു ചിയർ ഇറ്റ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലാതെ പോക്കറ്റ്സിലൊക്കെ ഓരോ ടാരിഫ് ഡീൽ സൈൻ ചെയ്യുമ്പോഴും നമുക്ക് ഇതുവരെ ടാരിഫ് ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഗുഡ് തിങ്സ് കം ലേറ്റ് എന്നാണ് ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് വരുമ്പോൾ ലേറ്റായി വരുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്നോ അങ്ങനെ ഒരു ചൊല്ലും കൂടെ ഉണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള. ഇപ്പോൾ US മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ S&P ഓരോ ദിവസം പുതിയ ഹൈസ് കടന്നുകൊണ്ടിരിക്കുക. അത് 13ാമത്തെ പ്രാവശ്യം 14ാമത്തെ പ്രാവശ്യമൊക്കെയാണ് 2025 പുതിയ ഹൈ തേടി പോകുന്നതെന്നുള്ള. S&P ഇന്നലെ ഏതാണ്ട് 0.78% അപ്പായിരുന്നു. നാസ്ഡാക്ക് 0.61% അപ്പായിരുന്നു. റസൽ 2000 അതായത് ആ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പോലും 1.5% അപ്പായിരുന്നു എന്നുള്ള. പ്രത്യേകിച്ച് അത് ഈ US മാർക്കറ്റിൽ പെട്ടെന്ന് വന്നൊരു ബമ്പപ്പ് എന്താണെന്നറിയോ? അല്ലെങ്കിലും അത് ഏതാണ്ട് ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ട്രേഡ് ചെയ്തെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഇംപെറ്റസ് വന്നത് ഈ US-ഉം ജപ്പാനും തമ്മിലുള്ള ട്രേഡ് ഡീൽ. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മാർക്കറ്റിന് അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിക് എന്നുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. രണ്ടാമത് യൂറോപ്യൻ യൂണിയനും US-ഉമായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫിയർ ഇൻഡെക്സ് അല്ലെങ്കിൽ CBOE വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 6.9% ഡൗൺ ആയി എന്നുള്ളതാണ്. അതായത് 15.37 താന്നിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു വയ്ക്കാതെ വയ്യാന്നാണ്. പിന്നെ 10-year ബോണ്ട് yield ഏതായാലും 4.38% തന്നെ നിലനിൽക്കുന്നു. ഡോളർ ഇൻഡെക്സ് ഈസ് ഡൗൺ അറ്റ് 97.2. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ടൈംസ് ഇന്നലെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി അതിൻ്റെയൊക്കെ റൂമേഴ്സിലാണോ മാർക്കറ്റ് ഇത്ര സ്ട്രെങ്ത് ആയിട്ട്? എന്തായാലും ജപ്പാൻ്റെ ഒരു ടെയിൽ വിൻഡ് മാർക്കറ്റിനുണ്ട്. അതിൻ്റെ കൂടെ ഇന്നലെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ ഈവനിങ് ആയപ്പോൾ US ആൻഡ് യൂറോപ്യൻ യൂണിയൻ ഈസ് ക്ലോസ് ടു എ ഡീൽ. അതായത് 15% അവർ തമ്മിലുള്ള ടാരിഫ് ഡീൽ എന്ന് പറഞ്ഞത്. 15% ഇസ് എ വെരി വെൽക്കം മൂവ്. ബട്ട് ഈവൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ നമ്മൾ ഏപ്രിലൊക്കെ ഏതാണ്ട് 20% എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫിയർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ 10% എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫിയർ ചെയ്തിരുന്ന മാർക്കറ്റ് ഇപ്പോൾ 15 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വെൽക്കമിങ് ചെയ്ത് ചിയർ ചെയ്ത്. അപ്പം ആ മാറ്റം നോക്കൂ. അതായത്
ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ എക്കണോമിയിൽ ആ വാക്ക് പഠിച്ചില്ല. അതായത് ഒരു ആദ്യത്തെ ആപ്പിൾ തിന്നുന്നത് സാറ്റിസ്ഫാക്ഷൻ, രണ്ടാമത്തെ ആപ്പിൾ കിട്ടില്ല, മൂന്നാമത്തെ ആപ്പിൾ ആകുമ്പോഴത്തേ അത് കുറഞ്ഞു വരും എന്നുള്ളത്. അതേപോലെ ഈ ന്യൂസിനുള്ള ഇമ്പോർട്ടൻസ് ആദ്യം വന്ന പോലെ സബ്സിക്വൻ്റ് ആയിട്ട് അതിന് വരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ബട്ട് ഞാൻ ഈ പറഞ്ഞില്ലേ, യൂറോപ്യൻ യൂണിയനും US തമ്മിലുള്ള ട്രേഡ് ഡീല് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും പീറ്റർ നവാറോ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ടാരിഫ് ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്തു, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ റൂമറാണെന്ന്. പക്ഷേ അത് തള്ളിക്കളയാനാവൂല എന്നുള്ളതാണ്. അങ്ങനെ 15% യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ രാജ്യം പോലെ അല്ല. ഇപ്പോൾ ജപ്പാനൊക്കെ ആയിട്ടാണെന്നെങ്കിൽ ജപ്പാനും US തമ്മിൽ ചില ഗുഡ്സിൽ ട്രേഡ് സർപ്ലസ്, ചില ഗുഡ്സിൽ ട്രേഡ് ഡെഫിസിറ്റ്. അതേപോലെ ഇന്ത്യയായിട്ടും അങ്ങനെയാണ്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അങ്ങനെയല്ല. ഇറ്റ് ഈസ് എ കൺഗ്ലോമറേറ്റ് ഓഫ് ലോട്ട് ഓഫ് നേഷൻസ്. അപ്പോൾ ചിലരായിട്ട് കൂടുതലുണ്ടാവും, ചിലരായിട്ട് കുറവുണ്ടാവും. അപ്പോൾ ഒരു 15% ന്യായകരമായിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ്. പക്ഷേ അതിലേക്ക് എത്തുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രംപ് ഇന്നലെ ഒരു AI ആക്ഷൻ പ്ലാൻ പുറത്തിറക്കി. അതായത് അദ്ദേഹം പറയുന്നത്, ഞാൻ സിലിക്കോൺ വാലി ആയിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മുടെ കോമ്പറ്റീറ്ററായി മാറാൻ പോകുന്നത് ചൈനയാണെന്നിവിടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ട്രംപ് വീണ്ടും പറയുന്നുണ്ട്, അതായത് ഞാൻ ഏതെങ്കിലും രാജ്യത്തിന് ടാരിഫ് കുറച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യം ഓപ്പൺ അപ്പ് ചെയ്യണം. എത്രയോ നാൾക്ക് ശേഷമാണ് ജപ്പാൻ ഞങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്തത്. ഞങ്ങൾക്ക് USA വി വോണ്ട് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അപ്പോൾ അമേരിക്കൻ ബിസിനസ്സിനെ യൂട്ടിലൈസ് ചെയ്ത് മാത്രം മറ്റുള്ള രാജ്യങ്ങൾ ജീവിക്കാൻ പാടില്ല. അമേരിക്കൻ ബിസിനസ്സുകളെ അവരവരുടേതായ രാജ്യങ്ങളിലേക്ക് ഒരു എൻട്രിയും കൂടെ തരണം എന്നുള്ളത് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ US ജപ്പാൻ ട്രേഡ് ഡീൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊന്ന് നിക്കായി, ടോപ്പിക്സ്, ഇത് രണ്ടും നമ്മുടെ ജാപ്പനീസ് ഇൻഡെക്സുകളാണ്. ഇത് രണ്ടും ഏതാണ്ട് 2%ഓളം അപ്പായിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എനിക്കൊന്ന് ടോപ്പിക്സ് അനദർ ഹൈ അടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാപ്പനീസിൻ്റെ ആ ഡീലിൽ ഞാൻ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ശരിക്കും ഇന്നലെ ഞാൻ ജാപ്പനീസ് ഓട്ടോ സ്റ്റോക്സ് ഒന്ന് നോക്കുകയായിരുന്നു. അനില, ഗാലാട്ടായി വളരെ ഹാപ്പിനെസ് ആണ് ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓട്ടോമൊബൈൽ സ്റ്റോക്സ് കാണിക്കുന്നത്. അതായത് മാസ്ഡ 17% അപ്പ്, സൂബറു 16% അപ്പ്, ടൊയോട്ട 14%, മിറ്റ്സുബിഷി 13% അപ്പ്, ഹോണ്ട 11% അപ്പ്. എല്ലാ ഓട്ടോ സ്റ്റോക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പോകുന്നത്. കാര്യം വെച്ചാൽ അത്രത്തോളം ഇൻവോൾവ്മെന്റ് ജാപ്പനീസ് ഓട്ടോയ്ക്ക് US മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മോർ ദാൻ US കമ്പനീസ് ഹാവിങ് ആൻ ഇമ്പാക്ട് ഓൺ ജപ്പാൻ. അതായത് ഫോർഡിനും GMനും ഒക്കെ ഉള്ള ഇമ്പാക്റ്റിനേക്കാളും കൂടുതലായിരുന്നു നേരെ തിരിച്ച് എന്നുള്ള. ബട്ട് ഈവൻ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നതിന് ശേഷം ഈ ടെസ്ല പോലെയുള്ള കമ്പനികൾക്ക് ജപ്പാനിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൂടിയേക്കാം. അപ്പോൾ അവർ രണ്ടുപേരും എന്നുള്ള കോണ്ടോസ് നമ്മൾ നോക്കുന്നേ ഉള്ളൂ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ടെസ്ലയുടെ അതിനകത്തൊരു അപ്ഡേഷൻ കൂടി ഒരു ലോ കോസ്റ്റിലുള്ള EV ടെസ്ല ഇറക്കുന്നു 2026 തന്നെ പുറത്തേക്ക് ഇറക്കുന്നു പറഞ്ഞാൽ ഇന്നലത്തെ നമ്പേഴ്സിൻ്റെ കൂടെ തന്നെ അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്നറിയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി മറ്റുള്ള രാജ്യങ്ങൾ പുറത്തുനിന്നുള്ള ഓട്ടോമൊബൈൽസിനും ഭയങ്കരമായിട്ട് ടാക്സും ഇമ്പോർട്ട് ഡ്യൂട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കുറയുന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ അതൊക്കെ വഴിമാറുന്ന സ്ഥിതിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ മാർക്കറ്റ് പിടിക്കാൻ അവരുടെ, അതായത് ഓരോ പ്രൈസ് പോയിന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും ഒരു പ്രൈസ്, വാട്ട് വർക്ക്സ് ഫോർ UK ഡസ് നോട്ട് വർക്ക് ഫോർ ഇന്ത്യ, വാട്ട് വർക്ക്സ് ഫോർ ഇന്ത്യ മേ നോട്ട് വർക്ക് ഫോർ ശ്രീലങ്ക എന്ന് പറയുന്ന പോലെ ഓരോ രാജ്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ Tier 2 Tier 3 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാറുകൾ ഇനി ടെസ്ല ഇറക്കാൻ നോക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കാര്യം നൗ ഒരു ഫ്രീ ട്രേഡ് പോലെയാണ്. അതായത് അമേരിക്കൻ പ്രോഡക്ട്സിന് ഏത് രാജ്യത്തിൽ വേണമെങ്കിലും എൻട്രി ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കുന്ന രാജ്യങ്ങൾ നോക്കൂ, UK, ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്വാൻ, വിയറ്റ്നാം, ഈ രാജ്യങ്ങളിലേക്ക് ഏതാണ്ട് നല്ലൊരു എൻട്രിയാണ് US കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളുടെ ആ ഒരു മാർക്കറ്റ് സൈസ് അനുസരിച്ച്, പ്രൈസ് പോയിന്റ് അനുസരിച്ച് കാറുകൾ ഇറക്കാൻ ടെസ്ല അല്ലെങ്കിൽ അതേപോലുള്ള US കമ്പനീസ് തയ്യാറാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നുള്ള. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏഷ്യ എന്ന് വരുന്ന വേറൊരു ന്യൂസ് എന്നറിയോ, സൗത്ത് കൊറിയ. അതായത് സൗത്ത് കൊറിയ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, അതറിയാലോ. അതായത് സൗത്ത് കൊറിയയിലെ GDP ഫിഗേഴ്സ് വന്നു. GDP ഫിഗേഴ്സ് 0.5% അപ്പാണ്. ഇത് കേൾക്കുമ്പോൾ വലിയ പ്രത്യേകതയൊന്നുമില്ല. ബട്ട് ടെക്നിക്കലി അത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ +0.5%. അതായത് 2 കൺസിക്യൂട്ടീവ് ക്വാർട്ടറിൽ GDP മൈനസ് റിപ്പോർട്ട് ചെയ്താൽ റിസഷനായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. ഏതാണ്ട് അതിൻ്റെ വാക്കിലായിരുന്നു സൗത്ത് കൊറിയ എന്നുള്ളത്. അപ്പോൾ ഇന്നലെ 0.5+ ഫിഗേഴ്സ് വന്നതോടുകൂടി ടെക്നിക്കലി ദേ ആർ ഔട്ട് ഓഫ് റിസഷൻ എന്നുള്ളത്. ദാറ്റ് ഈസ് ഗുഡ് ഫോർ സൗത്ത് കൊറിയൻ മാർക്കറ്റ്സ് ആസ് വെൽ ആസ് ഏഷ്യൻ മാർക്കറ്റ്സ് എന്നൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് കറൻസീസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ജപ്പാൻ US ട്രേഡ് ഡീലാണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയൊരു മൂവ്മെൻറ്റ്, ഭയങ്കര ഒരു സ്ട്രെങ്ത് ആണ് അതിൻ്റെയൊക്കെ ഒരു ട്രേഡ് സെറ്റപ്പിൽ കാണിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ
യുവാനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് യുവാനൊക്കെ എനിക്ക് കഴിഞ്ഞ നവംബറിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ആണ് കഴിഞ്ഞ 2024 നവംബറിൽ കാണിച്ച അതേ സ്ട്രെങ്ത് തന്നെ കാണിക്കുന്നു എന്നുള്ള. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ആ ജപ്പാൻ US എന്ന് പറയുന്ന ട്രേഡ് ഡീലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള. പക്ഷേ ഇതിനൊക്കെ അണ്ടർലൈനിങ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്തറിയോ, നമ്മൾ എന്തായിരുന്നു ഏപ്രിൽ മാസമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്, അതായത് US വിൽ ഗോ ഇൻ ടു റിസഷൻ, ഇൻഫ്ലേഷൻ ആവും, ട്രംപിൻ്റെ പണി തീരും, ചൈന ഏതാണ്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു ഈ ന്യൂസ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴേ നമ്മൾ അങ്ങ് ഓവർ റിയാക്ട് ചെയ്യണം. പണ്ട് തന്നെ ഈ 2008 റിസഷൻ വന്നല്ലോ, ഈ റിസഷൻ വന്നപ്പോൾ ഞാൻ അതിൽ കൂടി പാസ് ഓൺ ചെയ്ത ഒരു ഇൻവെസ്റ്ററായിരുന്നു. അന്ന് എവിടെ നോക്കിയാലും ഞാനൊരു ബേസിക്കലി എൻ്റെ അക്കാഡമിക്സ് ഒരു ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പഠിച്ച് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലാണ് എൻ്റെ ലൈഫ് ഞാൻ ആദ്യം തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഭൂരിഭാഗം 60 to 70% ആൾക്കാരും US അപ്പോൾ അന്ന് എല്ലാ ഡിസ്കഷൻ പോയിന്റും എക്കണോമിസ്റ്റുകളും നമ്മുടെ ലോക്കൽ പത്രങ്ങളും ഒക്കെ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്തെന്നറിയോ, US-ന്റെ പണി തീർന്നു, ഡോളറിന്റെ പണി തീർന്നു. അതായത് അവിടുത്തെ ഫിനാൻഷ്യൽ ബാങ്ക്സ് ആയ ലേമൻ ബ്രദേഴ്സ് അങ്ങനത്തെ സിറ്റി ബാങ്കിനൊക്കെ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അതോടുകൂടി US തീർന്നു. അവിടുന്ന് ഇപ്പോൾ US എവിടെ എത്തി നോക്കൂ. ഇവിടെ നമ്മൾ എന്തായിരുന്നു ഏപ്രിലിൽ പറഞ്ഞത്, ഈ ടാരിഫ് വന്നതോടുകൂടി നമ്മൾ പറഞ്ഞത് എന്താ, US റിസഷനിലേക്ക് പോയി, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവില്ല. നമ്മൾ അന്നേ പറഞ്ഞു അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മാജിക് വാൻഡോ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഫോർകാസ്റ്റർ ആയിട്ടൊന്നുമില്ല. നമ്മൾ 20-25 കൊല്ലം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു we are going to stick our neck out and say that America will not get into recession. അതുമല്ല അമേരിക്കയിൽ റേറ്റ് കട്ട് ലേറ്റർ പാർട്ട് ഓഫ് ദ ഇയറിൽ നടക്കുകയും ചെയ്യും. നമ്മുടെ ഓപ്പണിംഗ് ഹൗസിന്റെ പഴയ വീഡിയോസ് നോക്കിയാൽ നമ്മൾ കാണാം. കാരണം എന്ന് വെച്ചാൽ അതാണ് അമേരിക്ക. കാര്യം അമേരിക്കയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു, അവരുടെ കറൻസിയായ ഡോളർ, രണ്ടാമത് ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരാണ് ലോകം കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫ്ലോ ഓഫ് മണി അല്ലെങ്കിൽ ഫണ്ട്സ് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കൻ വാൾ സ്ട്രീറ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമത് അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരുടെ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റോ ഡിഗ്രിയോ സ്കോളർഷിപ്പോ കിട്ടാനായിട്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് പരക്കം പായുകയാണെന്നുള്ളത്. അവിടുത്തെ സ്കൂൾസ്, കോളേജസ്, ഐവി ലീഗ് കോളേജസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് വേൾഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്. ആൻഡ് ദാറ്റ് ഈസ് എ കൺട്രി വിച്ച് എൻകറേജസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ്. അത് മാത്രമല്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കമ്പനി തുടങ്ങി ആ കമ്പനി പൊളിഞ്ഞു പോവുകയാണെങ്കിൽ, നമ്മുടെ ഇവിടെ ഒരു കമ്പനി പൊളിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെ സമൂഹം കാണുന്നത് എന്താ, ചീറ്റർ, കള്ളൻ എന്ന രീതിയിലാണ്. അവിടെ അങ്ങനെയല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിൽ ഈ ഒരു കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇൻറ്റൻഷനിൽ തുടങ്ങിയായിരിക്കാം, പക്ഷേ കമ്പനിക്ക് വേണ്ട രീതിയിൽ റവന്യൂ വന്നില്ല, ബിസിനസ് മോഡൽ ഫ്ലോപ്പായി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബാങ്ക് ലോൺ കിട്ടില്ല, ബാങ്ക് ഗ്യാരണ്ടി കിട്ടില്ല, നമ്മളെ ആൾക്കാരും സമൂഹം അടുപ്പിക്കത്തോലുമില്ല. അവിടെ അതങ്ങനെയല്ല. അവിടെ ഒരു കമ്പനി നിങ്ങൾ പ്രസ്ഥാനം തുടങ്ങി അത് പൊളിഞ്ഞുപോയി, നിങ്ങൾ ചാപ്റ്റർ 11 ബാങ്ക്രപ്സി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കഥ അവിടെ തീർന്നു. നിങ്ങൾക്ക് നാളെ വേറൊരു പുതിയ സംരംഭം തുടങ്ങി വരുന്ന കാര്യം, ഒരു സംരംഭമോ 2 സംരംഭമോ പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും താഴേക്ക് പോകില്ല. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ ഒരു രീതിയിലും അല്ലാതെ വന്നു, അവിടുന്ന് മൈക്രോസോഫ്റ്റ് അവരെ വെട്ടിച്ച് മുന്നോട്ട് പോയിട്ട് ഇന്ന് ആപ്പിൾ എവിടെ കിടക്കണം, മൈക്രോസോഫ്റ്റ് എവിടെ കിടക്കണം. അപ്പോൾ ആ രാജ്യങ്ങൾക്ക്, ആ രാജ്യത്തിന്റെ പ്രത്യേകത വെച്ചാൽ വീണ്ടും വീണ്ടും ബിസിനസ്സുകൾക്കും ഓൺട്രപ്രനേഴ്സും തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് വരാനുള്ള ഒരു ബിസിനസ് എൻവയറൺമെന്റും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും കൂടെ അവിടെ ഉണ്ടെന്ന്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത്രയും പേട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ലോകത്തുണ്ടാവില്ല. എവിടെ പോയാലും USA എന്ന് ചിയർ ചെയ്യുന്ന ഒരു ക്രൗഡ്, അത് നമ്മുടെ എത്നിസിറ്റിയുള്ള ആൾക്കാർ അവിടെ പോയാലും ശരി, അവർ ഓട്ടോമാറ്റിക്കലി US സിറ്റിസൺ ആയിട്ട് മാറും. അവിടുത്തെ ഒരു ഡെലിഗേറ്റും മറ്റുള്ള രാജ്യങ്ങളിൽ പോയിരുന്ന് അവരുടെ സ്വന്തം രാജ്യത്തിനെ തള്ളി പറയുന്ന സ്വഭാവം കൂടി ഇല്ല എന്നുള്ള. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് അമേരിക്ക ബൗൺസ് ബാക്ക് ചെയ്തെന്നുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്നുള്ളത് യാതൊരു സംശയമില്ല. കമ്മിങ് ബാക്ക് ടു ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നിഫ്റ്റി ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 ദിവസം മുമ്പേ, എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഡേ ബിഫോർ യെസ്റ്റർഡേ, വി ഹാവ് റിവൈസ്ഡ്, എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നു ഈ സീറ്റിൽ, വി ഹാവ് റിവൈസ്ഡ് അവർ ഈ പറയുന്ന എക്സ്പെക്ടേഷൻ ഓൺ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്. നമ്മൾ പറഞ്ഞു ഒരു ഏർലി സൈൻസ് ഓഫ് റിക്കവറി കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് കോഷ്യസ് ഓപ്റ്റിമിസം മാറ്റി ചെറിയ ഒരു പോസിറ്റീവ് ബയസിലേക്ക് നമ്മൾ മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 25,200 മുകളിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് ഒരു ഒരു ഹാൻഡ്സം അല്ലെങ്കിൽ ഒരു റിലീഫ് മൂവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. ഇപ്പോൾ അപ്വേർഡ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 2 റെസിസ്റ്റൻസ് ആണ് ഞാൻ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 25,255 becomes the first resistance. അത് കഴിഞ്ഞ് 25,369. അത് കൂടാതെ ഡൗൺവേർഡ് സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ 24,882 ആണെങ്കിൽ പോലും 40-day മൂവിങ് ആവറേജസ് ഉണ്ടല്ലോ, ആ 40-day മൂവിങ് ആവറേജസിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് 25,050. അതെങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഓവറോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഓപ്റ്റിമിസം ഇന്ത്യൻ മാർക്കറ്റിലും കൂടെ റിവർബറേറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത്.
25,200 മുകളിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. 25,050 റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ക്രൂഷ്യലാണെന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ, അത് ശരിക്കും പറഞ്ഞാൽ എൻ ചന്ദ്രശേഖറില്ലേ, എൻ ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാറ്റ സൺസിന്റെ ചെയർമാൻ. ഈ ടാറ്റ സൺസ് ആണല്ലോ മദർ കമ്പനി. ടാറ്റ സൺസിന്റെ കീഴിലാണ് നമ്മൾ പറയുന്ന പോലെ TCS, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കെമിക്കൽസ്, ടാറ്റ ഗ്ലോബൽ, എല്ലാ ടാറ്റ കമ്പനീസിന്റെയും ഹോൾഡിംഗ് മദർ കമ്പനിയാണ് ടാറ്റ സൺസ്. ഈ ടാറ്റ സൺസിന്റെ ചെയർമാനാണ് എൻ ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ FY25, അതായത് ഈ കഴിഞ്ഞ കൊല്ലം March 31 FY25 അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കൊല്ലം കിട്ടിയ ടോട്ടൽ കോമ്പൻസേഷൻ എത്രയെന്നറിയോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 155 crores. ദ ഹയസ്റ്റ് പെയ്ഡ് കോർപ്പറേറ്റ് ലീഡർ ഇൻ ഇന്ത്യ. 155 കോടി. ആ 155 കോടിയുടെ ഒരു സ്പ്ലിറ്റപ്പ് ഞാൻ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ 15 കോടി ശമ്പളം. അത് കൂടാതെ തന്നെ ടാറ്റയുടെ സെറ്റപ്പ് എന്തെന്നറിയോ? അവരുടെ കമ്പനീസിന്റെ പ്രോഫിറ്റ് ഷെയറിങ്ങും കൂടെ ചെയർമാന് കൊടുക്കും. ആ ഇനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് 140 കോടി. അപ്പോൾ 140ഉം 15ഉം കൂടെ ചേർത്ത് 155 കോടി. ആൻഡ് ദാറ്റ് മേക്സ് ഹിം ദ റിച്ചസ്റ്റ് കോർപ്പറേറ്റ് ലീഡർ ബൈ സാലറി ഇൻ എ സിംഗിൾ ഇയർ എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു എന്നുള്ള. പിന്നെ തിരിച്ച് താഴോട്ട് വരണമെങ്കിൽ ശരി. പിന്നെ ഈ ടാറ്റയുടെ കാര്യം എനിക്ക് പിന്നെയും മനസ്സിലാകും. കാര്യം ടാറ്റയുടെ ഒരു കൺഗ്ലോമറേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റീൽ ടു സോഫ്റ്റ്വെയർ അവർക്കുണ്ട്. സ്റ്റീൽ ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, കൺസ്യൂമർ കമ്പനി ഉണ്ട്, ഓൺലൈൻ ബിസിനസ് ഉണ്ട്, FMCG ഉണ്ട്, ട്രെൻഡ് പോലത്തെ അപ്പാരൽ ഉണ്ട്, ടൈറ്റൻ പോലത്തെ ജ്വല്ലറി കമ്പനി ഉണ്ട്, സോഫ്റ്റ്വെയർ സർവീസസ് ഉണ്ട്, ടെക്നോളജി കമ്പനികളുണ്ട്, എഞ്ചിനീയറിംഗ് കമ്പനി ഉണ്ട്, ഡിജിറ്റൽ കമ്പനി ഉണ്ട്, ഡിജിറ്റൽ റീറ്റെയിലിംഗ് ഉണ്ട്. യു നെയിം ഇറ്റ്, ദേ ഗോട്ട് ഇറ്റ്. അതിൽ നിന്നുള്ള കോമ്പൻസേഷൻ ആണ് ഇത്. ബട്ട് ഇൻഡിവിജ്വൽ ബിസിനസ്സിൽ നിന്ന് തന്നെ ഏതാണ്ട് എൻ ചന്ദ്രയ്ക്ക് അടുത്ത് നിൽക്കണം, ചന്ദ്രശേഖരന് അടുത്ത് നിൽക്കുന്ന റെമ്യൂണറേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയാം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് പെർസിസ്റ്റന്റ് സിസ്റ്റം സന്ദീപ് കാൽറ. അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ എത്രയോ കഴിഞ്ഞ കൊല്ലം 148 കോടി. മറ്റ് ചന്ദ്രശേഖരനത്തെ 155. ഒരു ജസ്റ്റ് 6 കോടിയുടെ വ്യത്യാസമുള്ളൂ. 148 കോടി ഫ്രം എ സിംഗിൾ കമ്പനി എന്നുള്ള. പിന്നെ പവൻ മുഞ്ചാൽ, ഹീറോ മോട്ടോഴ്സിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, ₹109 crore. 109 കോടി, 109 crores. സുധീർ സിംഗ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് CEO കൊഫോർജ്, നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത്, 105 കോടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന പോലെ എന്താണ് റിമൂനേഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. ആ ബിസിനസ്സിൻ്റെ പ്രൊമോട്ടറാണ് നമ്മളെന്ന് വിചാരിക്കുക. നമ്മൾ ആ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ വർക്ക് ചെയ്യണമെന്ന് വെക്കുക. ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ CEO ആവാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് വെൽത്ത് ക്രിയേഷൻ നടക്കണേ? ഒന്ന്, നമ്മുടെ ശമ്പളം. അതായത് ഇപ്പോൾ എൻ ചന്ദ്ര എന്ന് പറയുന്ന പോലെ 15 കോടി ശമ്പളമായിട്ട് കിട്ടും. 140 കോടിയോ പാർട്ട് ഓഫ് ദ ബിസിനസ്, പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ്, അല്ലേ? അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള വെൽത്ത് ക്രിയേഷൻ ആണ് ലോകത്തിൽ ഏറ്റവും വലുത് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അപ്പൊ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ള. പിന്നെ നമുക്കറിയാം, നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞു, ഇന്ന് ഇന്ത്യ UK ട്രേഡ് ഡീല് ഇന്ന് സൈൻ ചെയ്യും. നമ്മുടെ പ്രൈം മിനിസ്റ്റർ യാത്ര തുടങ്ങി, മാൾഡീവ്സിൽ പോയിട്ട് നേരെ UK പോകും. UK ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ട് ചേർന്ന് പ്രൈം മിനിസ്റ്റർ മോഡി തന്നെ അത് സൈൻ ചെയ്യുന്നുള്ളതാണ്. ബ്രിട്ടീഷ് PM കെയർ സ്റ്റാർമർ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് രസമുള്ള കാര്യം എന്നറിയോ, ഇവരിത് സൈൻ ചെയ്യണം എവിടെ എന്നറിയോ? അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിൻ്റെ കൺട്രി സൈഡ് റിട്രീറ്റ് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി പോപ്പുലർ ഭാഷയെ പറഞ്ഞാൽ നമ്മളെന്താണ് വെക്കേഷൻ ഹോം, അല്ലേ? വെക്കേഷൻ ഹോം എന്നുള്ള പറയുന്നത്, അല്ലെങ്കിൽ എന്താ നമ്മൾ ഫാം ഹൗസ്, അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ലണ്ടനിൽ നിന്ന് 2 hours ഡ്രൈവാണ്. അപ്പോൾ അത് ചിൽട്ടേൺ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ബക്കിംഗ്ഹാം ഷെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ചിൽട്ടേൺ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൺട്രി സൈഡ് വില്ല എന്ന് പറയുന്നത്. 16 സെഞ്ചുറിയിൽ എങ്ങാണ്ട് ഉണ്ടാക്കിയ ഒരു വില്ലയാണ്. അവിടെ വെച്ചാണ് സൈൻ ചെയ്യണം എന്നുള്ള. എന്തൊരു പീസ്ഫുൾ എൻവയറമെൻ്റ് ആണ്, അല്ലേ? ഒരു ഫ്രീ ട്രേഡ് അറേഞ്ച്മെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം എന്നുള്ളത് പറഞ്ഞു വയ്ക്കാതെ വയ്യ. പിന്നെ ഒരു ബേസ് ലൈനായിട്ട് പറഞ്ഞുകൊണ്ട ഒരു കാര്യമുണ്ട്, ADB ലോവേഴ്സ്, അതായത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ലോവേഴ്സ് ഇന്ത്യാസ് GDP ഗ്രോത്ത് ടു 6.5% ഫ്രം ഏർലിയർ പ്രൊജക്ഷൻ ഓഫ് 6.7%. ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അതിന് റീസൺ ആയിട്ട് അവർ പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ US ട്രേഡ് ടാരിഫാണ്. ടാരിഫ് ഇഷ്യൂസ്, ട്രേഡ് ഇഷ്യൂസ് തന്നെയാണ് അവർ പറയുന്നത് എന്നുള്ള. ബട്ട് ദേ സ്റ്റിൽ മെയിൻറ്റെയിൻ ദാറ്റ് ഇന്ത്യ വിൽ ബി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ളത് പറഞ്ഞും കൂടെ വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ എന്താ നമ്മൾ 2-3 കാര്യങ്ങൾ, എനിക്കൊന്ന് ഇന്ന് ആരാ നമുക്ക് ഈ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ജോയിൻ ചെയ്യുന്ന ഗസ്റ്റ് അഹല്യ ഫിൻഫോറക്സിൻ, അല്ലേ? അവർ വളരെ ഇന്റലിജന്റും വല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് നമുക്കറിയാം. എനിക്ക് 2-3 കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് അനിലെ ഒന്ന് ചോദിച്ചറിയണം. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പ് എനിക്ക് തോന്നുന്നു
10 ജൂലൈക്കാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു വ്യാഴാഴ്ചയായിരുന്നു എന്ന് തോന്നുന്നു. അതേപോലെ ഇതേപോലത്തെ ഒരു ദിവസം തന്നെയാണ് എൻ്റെ ഓർമ്മ. നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ഈ നമ്മൾ സാധാരണ ഈ സ്പോട്ട്ലൈറ്റ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഡെയിലി വാക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ ചുറ്റുമുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ഒരു അക്കാഡമിക് ബാക്കപ്പ് കൊടുക്കാനാണല്ലോ നമ്മൾ സ്പോട്ട്ലൈറ്റ്, അല്ലാണ്ട് നമ്മൾ റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടല്ല. അപ്പം നമ്മൾ പറഞ്ഞു നിങ്ങൾ ഒരു കാറ് ശരിക്കും പറഞ്ഞാൽ പെയിന്റിങ്ങിന് കൊടുക്കുമ്പോൾ ഒരു കംപ്രസർ ഓൺ ചെയ്യും അല്ലേ. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ടയറിന്റെ അലൈൻമെന്റ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഈ ടയർ ഊരിയെടുക്കാൻ നേരത്തെ ആ സ്ക്രൂവും നട്ടും ബോൾട്ടും കഴിക്കാൻ വേണ്ടി ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അതിനും ഒരു എയർ പ്രഷറാണ് പമ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്ന് കറക്കണമെന്ന് എത്ര നേരം എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ആ ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് കൊടുക്കുന്ന കംപ്രസേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു എന്നുള്ള. അപ്പോൾ ആ കംപ്രസർ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്ലെയറാണ് ശരിക്കും പറഞ്ഞാൽ LG എക്യുപ്മെന്റ്സ്. ആ LG എക്യുപ്മെന്റ്സ് അറ്റ്ലസ് കോപ്കോ എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയുടെ ഗ്രോത്തിനെയൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയായിരുന്നെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വില 550 രൂപ എങ്ങാണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ക്ലോസിംഗ് കണ്ടപ്പോൾ 590 കണ്ടു. അതിനകത്ത് വോളിയം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വളരെ നന്നായിരുന്നു എന്നുള്ള. അപ്പോൾ എനിക്കൊന്ന് അനീഷിൻ്റെ കയ്യിൽ നിന്ന് 600 ക്രോസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്ന് ഒരു 640, എനിക്കറിയില്ല കേട്ടോ, ഞാനിത് പറയാനായിട്ട് ഞാൻ കോമ്പീറ്റൻ്റ് അല്ല എന്നുള്ള ടെക്നിക്കലായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നോക്കുന്നു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനീഷിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് ഒന്ന് മനസ്സിലാക്കി കൊടുത്ത കാര്യം നമ്മൾ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിച്ച സ്റ്റോക്ക് ആയതുകൊണ്ട് അത് പ്രേക്ഷകർക്ക് വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത് റിലയൻസ് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട്സ് ശരിക്കും എല്ലാവരും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഒരു പോസിറ്റീവ് സ്റ്റാൻസ് സ്റ്റോക്കിൽ എടുത്തെങ്കിലും തിങ്കളാഴ്ച സ്റ്റോക്ക് ശരിക്കും 3% താഴോട്ട് പോയപ്പോൾ ഭയങ്കരമായിട്ട് പതറിപ്പോയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ച് റിസൾട്ടിൽ ഓയിൽ ടു കെമിക്കൽ ബിസിനസ് ചെറുതായിട്ട് ഡിപ്പായെങ്കിലും ശരിക്കും പറഞ്ഞാൽ ജിയോ പ്ലാറ്റ്ഫോമും റീറ്റെയിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിച്ചെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഇൻഡെക്സ് വലിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഒറ്റ ടയറിൽ മാത്രമൊന്നും അത് പുള്ളിയില്ല, അതായത് ഫിനാൻഷ്യൽ സർവീസസിൽ മാത്രമൊന്നും പുള്ളിയില്ല. നമുക്ക് IT-യുടെയും റിലയൻസിൻ്റെയും IT സെക്ടറിൻ്റെയും IT ഇൻഡെക്സിൻ്റെയും റിലയൻസിൻ്റെയും സഹായം ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ റിലയൻസിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓപ്റ്റിമിസ്റ്റിക് ആണ്. ബട്ട് ഇത് ഇസ് നോട്ട് ആൻ അഡ്വൈസ് ഓർ എ സോളിസിറ്റേഷൻ ഓർ എ റെക്കമെൻഡേഷൻ. ബട്ട് റിലയൻസിൻ്റെ ട്രേഡ് സെറ്റപ്പും കൂടെ ഒന്ന് അറിയണം. രണ്ട് സ്റ്റോക്കിൻ്റെയും കൂടെ എനിക്കൊന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതും കൂടെ എനിക്കൊന്ന് ലൈവ് അപ്ഡേറ്റിൽ ഒരു 5 മിനിറ്റ് ഉണ്ട്. നമുക്ക് ലൈവ് അപ്ഡേറ്റിന് മുമ്പായിട്ട് ഞാനൊന്ന് പറയാം. അതായത് ഈ തിലക് നഗർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു ലിക്വർ കമ്പനിയാണ്. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ നമുക്ക് പറയേണ്ടതുണ്ട്. ആൽക്കഹോൾ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നല്ല. അപ്പോൾ ഈ തിലക് നഗർ ഇൻഡസ്ട്രീസ് സോ ഫാർ ഇറ്റ് ഹാസ് ബീൻ നോൺ ആസ് എ ബ്രാൻഡി കമ്പനി. ഓക്കെ, ദേ ആർ മേക്കിംഗ് എ ബിഗ് ഫോറേ ഇൻ ടു വിസ്കി ബിസിനസ്. അതായത് വിസ്കി ബിസിനസ്സിലേക്ക് അവർ ഇറങ്ങുന്നു. അതിന് തുടക്കമായിട്ട് തന്നെ ഈ പെർണാഡോ റിക്കാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. പെർണാഡോ റിക്കാർഡ് എന്നൊരു മൾട്ടിനാഷണൽ കമ്പനി ആട്ടോ. അവരുടെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഇന്ത്യയിൽ ഉള്ളതെന്നുള്ള. ആ പെർണാഡോ റിക്കാർഡിൻ്റെ കയ്യിൽ നിന്ന് ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറയുന്ന ബ്രാൻഡ് ഇവർ അക്വയർ ചെയ്ത് ഇവരുടെ ബ്രാൻഡി ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് വിസ്കിയിലും കൂടെ ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവുന്നു എന്നുള്ള. അതിൻ്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ 4150 കോടിക്കാണ് ഈ ബ്രാൻഡ് മേടിക്കുന്നത്. ഒരു ബ്രാൻഡിൻ്റെ വിലയാണ്, ഒരു ബ്രാൻഡിൻ്റെ വില 4150 കോടിയാണെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ 1.3 ടൈംസ് സെയിൽസ്. അതായത് 1.3 ടൈംസ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കം പറഞ്ഞൊരു കാര്യം, ടെക്നിക്കലാണ് അതൊരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ വളരെ വാല്യൂ ബൈ ആണ്. അതായത് തിലക് നഗറിന് കിട്ടിയിരിക്കുന്ന പ്രൈസ് ഇമ്പീരിയൽ ബ്ലൂ ഈ ചെയ്തിരിക്കുന്നത് 4150 കോടി. ഓപ്റ്റിക്കലി നോക്കുമ്പോൾ അത് വലിയ വിലയാണെങ്കിലും ആ ബ്രാൻഡിൻ്റെ സെയിൽസ് വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പായിട്ടാണ് അത് കിട്ടിയതെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം അറിയോ. ഒരു കൊല്ലം മാത്രം 3000 കോടി റവന്യൂ ഉണ്ട്. ഒരു കൊല്ലം മാത്രം 3000 കോടി റവന്യൂ ഉള്ള കമ്പനിയെ 4150 കോടിക്ക് മേടിക്കാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോസ്റ്റ് എത്ര പെട്ടെന്ന് റിക്കവർ ചെയ്യാം. ഏതായാലും റവന്യൂ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ബൈയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്നാണ് വരുന്നത്. ബട്ട് എപ്പോഴും നമ്മൾ റവന്യൂ ആയിട്ടാണ് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ 1.3 ടൈംസ് ടു സെയിൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തിലക് നഗർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തിലക് നഗറിന് ഇപ്പോൾ എത്ര കോടി സെയിൽസ് ആണെന്ന് അറിയോ? 1500 കോടി സെയിൽസ് ആണ്. അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ ഇമ്പീരിയൽ ബ്ലൂവിൻ്റെ 3000 കോടിയും കൂടെ വന്നു കഴിഞ്ഞാൽ 4500 കോടി സെയിൽസ് ആയിട്ട് മാറും എന്നുള്ള 4500 ക്രോസ് ആയിട്ട് ഒറ്റയടിക്ക് ഇവർ ജമ്പ് ചെയ്യും എന്നുള്ളതാണ്. ഒറ്റയടിക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ തിലക് നഗർ നമുക്ക് സാധാരണ പ്രേക്ഷകർക്ക് അറിയാം, ലിക്കർ കമ്പനീസിനെ അല്ലെങ്കിൽ ലിക്കർ ബ്രാൻഡ്സിനെ അടുത്തറിയാവുന്നവർക്കറിയാം. മേക്കേഴ്സ് ഓഫ് മാൻഷൻ ഹൗസ് ബ്രാൻഡി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലും കേരള മാർക്കറ്റിലും. അതാണ് അവരുടെ മെയിൻ ബ്രാൻഡ്. അതുകൊണ്ട് പിന്നെ ബ്ലൂ ലഗൂൺ ജിൻ, ഇതൊക്കെയാണ് അവരുടെ ചില ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ സെഗ്മെന്റിൽ ഇമ്പീരിയൽ ബ്ലൂവിനുള്ള സ്ഥാനം 3rd പൊസിഷൻ ആയിരുന്നു എന്നുള്ള. അപ്പോൾ
അപ്പോൾ ദിസ് ടേൺസ് ഔട്ട് ടു ബി എ വെരി ഗുഡ് ഡീൽ ഫോർ ദം എന്നുള്ളതാണ്. പിന്നെ ഒരു കാവിയറ്റും കൂടെ പറഞ്ഞു വയ്ക്കുന്നു, എടുത്ത് ചാടരുത് ജനങ്ങളെ സംബന്ധിച്ച്. ഓൾറെഡി സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു മാസം 20% 30% കയറി എന്നുള്ള. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ന്യൂസ് കേൾക്കുന്നത് എങ്ങനെ ഇന്നലെയാണ്, പക്ഷേ സ്റ്റോക്ക് ഇതിന് മുമ്പേ 20% 30% കയറി കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറയില്ലേ, അതായത് റിസൾട്ട് നന്നായിട്ട് വന്നു അല്ലെങ്കിൽ ന്യൂസ് വന്നിട്ട് എന്തിനാ താഴെ പോയത്, ശരിക്കും ഈ റിസൾട്ട് നന്നായിരുന്നു, ന്യൂസ് നന്നായിരുന്നു. ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ ഇൻഫർമേഷനൊക്കെ എപ്പോഴോ ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞു, അതിനൊരു ഇൻസൈഡേഴ്സ് അറിഞ്ഞു കഴിഞ്ഞു, ഇതാരൊക്കെയോ ഇത് അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കാരണം കൊണ്ടായിരിക്കണം. ഇത് മാർക്കറ്റിൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളൊരു കാര്യം അറിയണം, ബോംബെയിലോ ഡൽഹിയിലോ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മുടെ കേരളത്തിലിരിക്കുന്ന ഒരു ചെറിയ സ്ഥലത്തിരിക്കുന്ന നമ്മളെ പോലത്തെ വെറും സാധാരണക്കാരൻ്റെ മുന്നിൽ ഈ ന്യൂസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മളാണ് അത് ആദ്യമായിട്ട് കേൾക്കണത്. ചില ആൾക്കാർ ചില ന്യൂസുകൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഇവർക്ക് മാത്രം അറിയാമെന്നുള്ള ഇൻഫർമേഷൻ എന്ന് പോലെ പറയണേ. നമ്മൾ ഈ വാല്യൂ ചെയിനിൽ ഒന്നുമല്ലാത്ത സാധാരണ കിടക്കുന്ന മനുഷ്യരാണ്. ഇതൊക്കെ എത്രയോ പേരെ കൈ മടങ്ങി ആ ആക്ഷൻസ് ഒക്കെ ആ സ്റ്റോക്കിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള. 31% കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 31% കയറിയെന്നുള്ളത്. അപ്പോൾ അതാണ് അതിനകത്തുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ കൂടെ അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ടോ, അവർ 6500 കോടിയുടെ ഒരു ഫണ്ട് റൈസിങ് കൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അതെനിക്കൊന്ന് ഡെപ്റ്റ് 4000 കോടി എടുക്കുന്നു, 2500 കോടി ഇക്വിറ്റി ഡൈല്യൂഷനും കൂടെ നടത്തുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ അനീഷിൻ്റെ അടുത്ത് യുണൈറ്റഡ് സ്പിരിറ്റ്സും കൂടെ ചോദിക്കുക. കാര്യം യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ വിസ്കിയുടെ ഒരു ലീഡർ ഇവിടെ ശരിക്കും. അപ്പോൾ ആ കോമ്പറ്റീറ്ററിൻ്റെ സ്റ്റോക്കും കൂടെ എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അനീഷിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ചോദിക്കാനുണ്ട്, സോറി അനീഷിൻ്റെ എനിക്ക് തന്നെ 4 ക്വസ്റ്റ്യൻസ് പ്രേക്ഷകർക്ക് വേണ്ടിയുണ്ട്. ഒരു സ്റ്റോക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം എന്നുള്ളത്, അതായത് ടാറ്റ കെമിക്കൽസ്. ടാറ്റ കെമിക്കൽസിൻ്റെ സെറ്റപ്പും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ LG എക്യുപ്മെൻറ്റ്സ്, റിലയൻസ്, തിലക് നഗർ ഇൻഡസ്ട്രീസ്, ടാറ്റ കെമിക്കൽസ്, ഈ 4 സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ സെറ്റപ്പും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു എന്താ പറയുക വാല്യുബിൾ സജഷൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഒന്ന് തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ലൈവ് അപ്ഡേറ്റിൽ പോവാം. ഏതായാലും നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ ഒരു ഓപ്പൺ ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് ആകുന്നുണ്ട്. മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സിന് ശേഷം ഒരു കാര്യം കൂടെ അനില എനിക്ക് പറഞ്ഞു വെക്കാനുണ്ട്. ഐ എം സോറി, എക്സ്ട്രീംലി സോറി ടു ഡിസ്റ്റർബ് യു. കാര്യം എല്ലാവർക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫോസിസ് ശരിക്കും പറഞ്ഞാൽ അനില പറഞ്ഞല്ലോ, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞു വളരെ നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ IT സ്റ്റോക്കുകളിൽ വളരെ മോശം റിസൾട്ട് കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ ഒരു ഔട്ട്ലയർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇൻഫോസിസിൻ്റെ റിസൾട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. ഞാൻ നോക്കുമ്പോൾ ശരിക്കും ഈ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ 2.6% റവന്യൂ അപ്പാണെന്നുള്ള, മാർജിൻസ് ഒക്കെ 20.8 ഇൻ ലൈൻ. മറ്റുള്ള കമ്പനീസൊക്കെ വളരെ സ്ലോ ഗ്രോത്ത് കാണിക്കും. ബട്ട് അതിനകത്തൊരു കാവിയറ്റ് ഉണ്ട്. മേ ബി സ്റ്റോക്ക് ഡൗൺ ആണോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചത് രാത്രി, അതായത് ഇവരെ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ADR. ഇന്നലെ അത് വെറും 1% അപ്പായിട്ടുള്ളൂ. അതായത് അത് 18.45% 18.45 രൂപയായിരുന്നു ADR എന്ന് പറഞ്ഞാൽ. 1% അപ്പായുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു റിസൾട്ട് വന്നിട്ട് ADRൽ 1% വന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ രാത്രി ഇത്തിരി ഒന്നും ഉറക്കമുളച്ചിരുന്നു ഇൻഫോസിസിൻ്റെ ഇത് വായിച്ചു. അതിനകത്ത് അവർ പറഞ്ഞു വെച്ചാൽ അവർ റവന്യൂ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. ഈ റവന്യൂ ഗൈഡൻസ് ശരിക്കും പറഞ്ഞാൽ അവർ ഇതിന് മുമ്പത്തെ ക്വാർട്ടറിൽ കൊടുത്തത് 0 to 3% ആണ്, അതായത് വളരെ കുറവ്. ഇപ്പം അതിനെ അവർ ഉയർത്തിയിട്ട് 1 to 3% ആക്കി. 1 to 3% ആക്കുക എന്ന് ശരിക്കും പറഞ്ഞാൽ സ്ട്രീറ്റ് അതിനെ ചിയറാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ 1 to 3% ഒരു കുഴപ്പമെന്നറിയോ, 40 ബേസിസ് പോയിന്റ്സും അക്വിസിഷനിൽ കൂടുതലുള്ള ഓർഗാനിക് ഗ്രോത്ത് വെറും 2.6% മാത്രമേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഗ്രോ ചെയ്ത 3% ഓർഗാനിക്കിലാണ്. അപ്പോൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡീ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്റ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ റവന്യൂ നല്ലതാണ്, മാർജിൻ നല്ലതാണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരെല്ലാം ഏതോ റിസൾട്ട് നന്നായി നമ്മൾ പുറകെ പോയി ആ സ്റ്റോക്ക് മേടിക്കുന്നു, ആ സ്റ്റോക്ക് താഴേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫൈൻ പ്രിന്റിലാണ് ഡീറ്റെയിൽസ് ഉള്ളതെന്നുള്ള. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം മാർക്കറ്റിൽ, കാര്യം ഇൻഫോസിസ് പോലുള്ള സ്റ്റോക്കുകളിലെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ചില്ലറക്കാരൊന്നും ആയിരിക്കില്ല. അതിനകത്ത് വലിയ കൂടിയ FIS, ഫോറിൻ ബാങ്ക്സ് ഒക്കെ ആയിരിക്കും. അവർ നോക്കുന്ന പാരാമീറ്റേഴ്സ് നമ്മളെ പോലെ സാധാരണക്കാരൻ നോക്കുന്നതോ അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ്പിനെ സ്മോൾ ക്യാപ്പിനെ ഡ്രൈവ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആയിരിക്കില്ല. അത് മാത്രമല്ല ഇത് ഇന്റർനാഷണൽ ബിസിനസ്സാണ്, ഫോറിൻ കറൻസിയുള്ള ബിസിനസ്സാണ്. വെറും റവന്യൂ പ്രോഫിറ്റും മാർജിനും മാത്രം നോക്കി മുന്നോട്ട് പോരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ഓവറോൾ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് ഗ്രീൻ ആണെങ്കിൽ പോലും ഒരു കോഷ്യസ് ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ഡൗൺ ആയി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സോറി, പ്രേക്ഷകരോടും ഞാൻ അനിലോടും ക്ഷമ ചോദിക്കുന്നു എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞു വെക്കണം, ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ പോകും. അതുകൊണ്ടാണ് ആൻഡ് ബാക്ക് ടു യു അല്ല. ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകാം. മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് നിഖിലാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ കേൾക്കാമോ? കേൾക്കാമല്ലോ. യെസ്. അതിൽ നിലവിൽ ഇപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവേ നമുക്കൊരു മിക്സഡായിട്ടൊരു പെർഫോമൻസ് ആണ് കാണുന്നത്. 25,100 എന്നൊരു നിലയിലേക്കാണ്, അല്ലെങ്കിൽ 25,174 എന്ന നിലയിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. മറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്?
അല്ല സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റായ ഒരു രീതിയിൽ ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഏകദേശം 45 ബേസിസ് പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു ഇടിവ് നേരിട്ടുകൊണ്ട് 21,173 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ 26 ഓഹരികൾ നിലവിൽ നേട്ടം രേഖപ്പെടുന്നു, 24 കമ്പനികൾ ഒരു ഇടിവും രേഖപ്പെടുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിലും ഉണ്ടാകുന്നു. ഏകദേശം 190 ബേസിസ് പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു ഇടിവ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിലും കാഴ്ചവെച്ചുകൊണ്ട് 57,019 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടത്തുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 7 ബാങ്കിംഗ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവ് നേരിടേണ്ടി വരുന്നു. 5 കമ്പനികൾ ഒരു നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിലവിലൊരു മികച്ച പെർഫോമൻസ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾക്ക് സാധിക്കുന്നു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരികളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസും കാഴ്ചവെക്കുന്നു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ 1%-ഓളമുള്ളൊരു നേട്ടം. അപ്പോളോ ഹോസ്പിറ്റൽസ് ഓഹരികൾ 1%-ന് മുകളിലും ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25%-ന് മുകളിൽ ഏകദേശം 2%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം നിലവിൽ ഇറ്റേണലിൻ്റെ ഓഹരിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. നിഫ്റ്റി 50യിൽ നിന്ന് വളരെ സ്ട്രോങ്ങസ്റ്റ് പെർഫോമറായിട്ട് നിലവിൽ ഇപ്പോൾ ഇറ്റേണൽ മാറുന്ന ഒരു കാഴ്ച കൂടിയാണ് നിലവിൽ ഇപ്പോൾ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു വാർത്ത കൂടി പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നുവാമ നിലവിൽ കമ്പനിക്ക് ഒരു ബൈ റേറ്റിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 1486 രൂപയാണ് നിലവിൽ ഇപ്പോൾ ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1265 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരിയിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ മറ്റു കാര്യങ്ങളിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. എസ്റ്റിമേറ്റുകളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടില്ല, കമ്പനിക്ക് സാധിച്ചില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ നുവാമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും കമ്പനിയുടെ പുതിയ ഗ്രോത്ത് ഡ്രൈവേഴ്സും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പുതിയ രീതിയിലുള്ള ഗ്രോത്ത് എഞ്ചിൻസും മറ്റുമൊക്കെ കമ്പനിയിൽ വളർന്നു വരുന്നത് നിലവിൽ വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസിൽ ഇപ്പോൾ നുവാമ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ മറ്റ് ബിസിനസ്സിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ കാനഡയിലും മറ്റുമൊക്കെ കമ്പനിയുടെ സെമാഗ്ലൂട്ടൈഡ് ഡ്രഗും മറ്റുമൊക്കെ സപ്ലൈ ചെയ്യാൻ സാധിച്ചതും മറ്റുമൊക്കെ കമ്പനിക്ക് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും മറ്റൊക്കെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു കാര്യം നുവാമ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ CDMO ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 2026 ഏകദേശം ഒരു $100 മില്യൺ കമ്പനിക്ക് CDMO ബിസിനസ് സെഗ്മെൻറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 2030 ആകുന്നതോടുകൂടി തന്നെ ഏകദേശം ഒരു $300 മില്യൺ വളർത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കും. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കമ്പനി ഇപ്പോൾ ഒരു പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത്. ഇതൊരു അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഗ്രോത്താണ് എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ നുവാമ ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. കൂടാതെ മാർജിൻസിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25% മാർജിനും മറ്റുമൊക്കെ കമ്പനിക്ക് നൽകാൻ വേണ്ടി സാധിക്കുമെന്നും ഇതിൻ്റെ എസ്പെഷ്യലി ഒരു കാരണമായിട്ട് എടുത്തു പറയുന്നത് ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിൽ തന്നെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ഓപ്പറേഷൻസിലേക്ക് ഡോക്ടർ റെഡ്ഡീസ് കടന്നിട്ടുണ്ടായിരുന്നു. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പോസിറ്റിവിറ്റി കമ്പനിയിൽ കൊണ്ടുവരും എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ നുവാമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കൂടി ഇപ്പോൾ പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഇന്ന് പാദഫലം പുറത്തു വന്നിട്ടുള്ള ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന് തന്നെ നുവാമ നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. കമ്പനി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ടാർഗറ്റ് പ്രൈസായിട്ട് 1285 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപ് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസിൽ നിന്ന് ഒരു ഇടിവും മറ്റുമൊക്കെ വരുത്തിയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലും മറ്റുമൊക്കെ കോസ്റ്റും മറ്റുമൊക്കെ കുറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർജിനും മറ്റുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. കൂടാതെ സെഗ്മെൻ്റൽ ഗ്രോത്തും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഒരു സെഗ്മെൻ്റൽ ഗ്രോത്തും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഒരു മാർജിനിൽ മറ്റുമൊക്കെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷർ നിലനിൽക്കുന്നു എന്നൊരു കാര്യം ഇപ്പോൾ നുവാമ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ എബിഡയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എബിഡയിലും മറ്റുമൊക്കെ 2026 സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് കമ്പനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. ഒരു ബിസിനസ്സിലേക്ക് മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമേഴ്സിൻ്റെ ബിസിനസ്സും മറ്റുമൊക്കെ ഏകദേശം ഒരു മിഡ് ടു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് മാത്രമേ കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൂ എന്നൊരു കാര്യം പറയുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ മറ്റുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നൽകുമ്പോൾ തന്നെയും കമ്പനിയുടെ മാർജിൻസിൽ മറ്റുമൊക്കെ ഒരു പ്രഷർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നുവാമ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു കാരണത്തെ മുൻനിർത്തിയാണ് നിലവിൽ ഇപ്പോൾ ഒരു ബൈ റേറ്റിംഗ് നൽകുമ്പോഴും ടാർഗറ്റ് പ്രൈസിൽ ഏകദേശം ഒരു കുറവ് വരുത്തിയിരിക്കുന്നത്. ഏകദേശം 1335 രൂപയിൽ നിന്ന് 1285 രൂപയാക്കിയിട്ട് കുറയ്ക്കാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. നിഫ്റ്റി 50യിൽ തന്നെ ഇടിവ് നേരിടുന്ന ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2.5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു.
ഹീറോ മോട്ടോകോപ്പ് ഓഹരികൾ 1.25%, കോട്ടക് മഹീന്ദ്ര ബാങ്ക് 1% ഒരു ഇടിവും രേഖപ്പെടുത്തുമ്പോൾ IT കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ് ഓഹരികളും ടെക് മഹീന്ദ്രയുടെ ഓഹരികളും ഇടിവിലുണ്ട്. ഇതിൽ തന്നെ ടെക് മഹീന്ദ്ര 1% മുകളിലും ഇൻഫോസിസ് ഓഹരികൾ ഏകദേശം 1% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 190 ബേസിസ് പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 57,014 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ കാനറ ബാങ്ക് ഓഹരികൾ ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം, ഫെഡറൽ ബാങ്ക് ഓഹരികൾ 0.5% മുകളിലും, ഇൻഡസിൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടം കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരികൾ ഏകദേശം 1% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഹരികൾ പരിശോധിക്കുമ്പോൾ 0.5% മുകളിലും, HDFC ICICI ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം 0.25% മുകളിൽ ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കുള്ളൊരു ഇടിവിലേക്ക് ഇരു ഓഹരികളും ഇപ്പോൾ കടന്നിട്ടുണ്ട്. നിലവിലെ ഒരു സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയ രീതിയിൽ കൂടുതൽ സെക്ടറുകളും ഇടിവിൽ തുടരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നിലവിൽ ഇപ്പോൾ സെക്ടറൽ സൂചികകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒരു മികച്ച പെർഫോമൻസ് നിലവിൽ കാണാൻ സാധിക്കുന്ന നിഫ്റ്റി ഫാർമ സൂചികയിലാണ്. ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം നിഫ്റ്റി ഫാർമ സൂചിക രേഖപ്പെടുന്നു. ഏകദേശം ഇതേ തോതിലുള്ള ഒരു നേട്ടം തന്നെയാണ് നിലവിൽ നിഫ്റ്റി ഓട്ടോ സൂചികയിലും കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും നിഫ്റ്റി IT മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 1.25% ഒരു ഇടിവ് നിലവിൽ നിഫ്റ്റി IT സൂചിക ഇപ്പോൾ രേഖപ്പെടുന്നു. ഇപ്പോൾ മികച്ച മൊമെൻറ്റം കാഴ്ചകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫാമയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 22,516 എന്ന് പറഞ്ഞൊരു നിരക്കിൽ വളരെ പോസിറ്റീവായൊരു മൊമെൻറ്റം നിലവിൽ നിഫ്റ്റി ഫാമയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു. അവസാനമായിട്ട് വിപണിയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇടിവിൻ്റെ തോത് വർദ്ധിക്കുന്നു. 0.5%-ന് മുകളിലേക്കുള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഇവയൊക്കെയാണെന്നില്ല നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ. നിഖിലായിരുന്നു ഡീറ്റെയിൽസ് പങ്കുവച്ചത്. ഏതായാലും നമുക്ക് അതിനോടൊപ്പം തന്നെ സാർ നമുക്ക് വളരെ പെട്ടെന്ന് ടെക്നിക്കൽ സൈഡിലേക്ക് കൂടി ഒന്ന് പോകാം. അനീഷ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഹാർനസ് ഫിന്നിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റും ഒപ്പം തന്നെ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ CB ആണ്. സർ ഗുഡ് മോർണിംഗ്. യെസ് സർ, ആദ്യം തന്നെ നമുക്ക് ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LG എക്യുപ്മെൻറ്റ്സ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. LG എക്യുപ്മെൻറ്റ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു 1 വീക്കിനിടയിൽ മാത്രം 11% മുകളിലുള്ളൊരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഏകദേശം 3% മുകളിലൊരു മുന്നേറ്റമാണ് കാണുന്നത്. ഈ ഒരു LG എക്യുപ്മെൻറ്റ്സ് ഓഹരികളുടെ ഒരു ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ്? ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് തന്നെയാണുള്ളത്. അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ മുമ്പും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഴ്സ് മോട്ടേഴ്സ് ഇതൊക്കെ തന്നെ ഇന്ന് പെർഫോം ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല സ്റ്റോക്സുകളും കയറി പോകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല അപ്ഡേഷൻസും ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ബൈ അഡ്വൈസ് അല്ല. ഇറ്റ്സ് നമ്മൾ കൊടുക്കുന്ന അപ്ഡേഷൻസ് അനുസരിച്ച് സ്റ്റോക്സ് പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിവ്യൂ മാത്രമാണ് ഞാൻ പറഞ്ഞത്. LG എക്യുപ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ട്രേഡ് സെറ്റപ്പിലേക്ക് പോകുന്നു. ബൈയിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വോളിയം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഗ്രാജുവലി ഉള്ള ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് നമ്മൾ ബൈയിങ്ങിൽ കാണുന്നത്. വളരെ പോസിറ്റീവ് ട്രെൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ 640 ആൻഡ് ദെൻ 680 ഈ 2 ലെവലുകളിലേക്കാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. അത് പോസിറ്റീവായിട്ട് പോകുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെന്റമാണ്. ഈ മൊമെന്റം ഗെയിൻ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഒപ്പം റിലയൻസിലേക്ക് കൂടി എത്തുകയാണ്. റിലയൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു വീക്കിൽ അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല നമ്പേഴ്സായിരുന്നു പബ്ലിഷ് ചെയ്തത്. എക്സെപ്റ്റ് അതിൻ്റെ ഒരു കോർ ഇൻഡസ്ട്രി പരിശോധിക്കുമ്പോൾ ആ ഒരു അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് അല്ല. പക്ഷേ അതിൻ്റെ റീറ്റെയിലും ഒപ്പം തന്നെ ജിയോയുടെ ഒക്കെ കേസ് പരിശോധിക്കുമ്പോഴേക്കും വളരെ മികച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഒരു റിസൾട്ടിനോട് അത്ര കാര്യമായിട്ട് ഈ ഓഹരികൾ റിയാക്ട് ചെയ്തില്ല, പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും മണ്ടേലത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോഴേക്കും 3% മുകളിലൊരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെയും അതിനുശേഷമുള്ള ദിവസങ്ങളിലും ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ലോ ലെവൽസിൽ തന്നെയാണ് ഇപ്പോഴും ഓഹരി ട്രേഡ് ചെയ്ത് വരുന്നത്. ഇപ്പോഴും 0.5% മുകളിലുള്ള ഇടിവിലേക്കാണ് റിലയൻസ് ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
റിലയൻസ് ഇപ്പോൾ ഒരു ട്രേഡ് സെറ്റപ്പിൽ ഒരു നെഗറ്റീവാണ്, വളരെ ഷോർട്ട് ടൈം എന്ന് പറയാൻ കഴിയും. ബട്ട് നമ്മളത് വളരെ കോൺഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. കാരണം അത് പോസിറ്റീവിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് അത് പെർഫോമൻസ് വന്നിരുന്നു, വളരെയധികം നല്ലൊരു പെർഫോമൻസ് 1250 മുതൽ 1500 അടുത്തേക്കൊക്കെ ഉള്ള പെർഫോമൻസ് വന്നിരുന്നു. ആ പെർഫോമൻസിന് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ സ്റ്റോക്സുകളെല്ലാം തന്നെ സ്ട്രോങ് ആക്കുന്നത്. അതേപോലെ തന്നെ വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ആണ് വരുന്നത്. നമ്മൾ സ്റ്റോക്സ് താഴോട്ട് വരികയാണെങ്കിലും വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ആണ് കാണുന്നത്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാരി ചെയ്യാം. അത് പോസിറ്റീവ് സൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ ബ്രീത്തിങ് തന്നെ ഈ സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് റിലയൻസിന്റെ സൈഡിൽ നിന്ന്. യെസ്, അപ്പോൾ തന്നെ ഇന്നിപ്പോൾ ഈ ഒരു നമ്മുടെ ലിക്കർ ബിസിനസ്സിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ചില ഏറ്റെടുക്കലുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിലക് ഇൻഡസ്ട്രീസിൻ്റെ ഇംപീരിയൽ ബ്ലൂ എന്ന വിസ്കി ബിസിനസ് ഏറ്റെടുക്കുന്നതാണ്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു മാസത്തിൻ്റെ മാത്രം ഏകദേശം 31% മുകളിലൊരു റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇന്ന് പരിശോധിക്കുമ്പോഴും 0.5% മുകളിലൊരു നേട്ടമാണ് നൽകുന്നത്. തിലക് നഗർ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒരു ഷോർട്ട് ടൈം ടു ലോങ് ടൈം ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് അല്ല പറഞ്ഞതുപോലെ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് 320 നിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റം വന്നു കഴിഞ്ഞു. അതായത് വളരെയധികം ഒരു ഇമ്പൾസീവ് ഇതിൽ വന്നു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു ബ്രീത്തിങ് പോയിന്റ് വരികയാണെങ്കിൽ നമുക്ക് അതിലേക്ക് റീ എൻട്രി ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയുന്നത് ഒരു കോഷ്യസ് നോട്ടിൽ ഇരിക്കുക. അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റീ എൻറ്റർ ചെയ്യാം. ബട്ട് ലോങ് ടൈം ട്രേഡ് സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ന്യൂസ് ഒക്കെ ഉള്ള സമയമായതുകൊണ്ടാണ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് എപ്പോഴും ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കുക. പോസിറ്റീവായിട്ട് മൊമെന്റം വരാൻ സാധ്യതയുള്ളതാണ്. ആൾറെഡി മൊമെന്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കണ്ടിന്യൂഷൻ പാറ്റേണിൽ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ് നമുക്കൊരു റെസിസ്റ്റൻസ് പോയിന്റ് പറയാനായിട്ട് 510, 520 ലെവലിലെ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. ദെൻ ബിഫോർ ദാറ്റ് നമുക്കൊരു ചെറിയ കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ നിയർലി ഒരു 440 ആ ലെവലിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വരുമ്പോൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും ഒരു റീറ്റെയിലെ സംബന്ധിച്ച് നല്ല കാര്യം. സർ, ഒപ്പം തന്നെ എൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ പിയർ കമ്പനി ആയിട്ടുള്ള യുണൈറ്റഡ് സ്പിരിറ്റിലേക്ക് കൂടി എത്തുകയാണ്. കമ്പനിയുടെ നമ്പേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നല്ല നമ്പേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ടായിരുന്നത്. ഓഹരികളിലേക്ക് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരു 0.5% മുകളിലൊരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഡെയിലി വൈസ് പരിശോധിക്കുമ്പോൾ അത്ര മികച്ച ഒരു മുന്നേറ്റമല്ല യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ കാണാൻ സാധിക്കുന്നത്. യുണൈറ്റഡ് സ്പിരിറ്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യുണൈറ്റഡ് സ്പിരിറ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് എന്ന് പറയുന്നത് റേഞ്ച് ബോണ്ടാണ്. നമുക്കൊരു ഡയറക്ഷൻലെസ് ട്രേഡിങ്ങിലാണ്. ഒരു ട്രേഡ് റേഞ്ച് ബോണ്ട്, അതായത് 1300-നും 1600, 650 ലെവലിന് അടുത്താണ് നമുക്ക് റേഞ്ച് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു ഡയറക്ഷൻസ് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ബട്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. എവിടെയെങ്കിലും കൺസോൾഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻസ് വരികയോ ചെയ്യുന്നെങ്കിൽ നമുക്കത് ബൈ എടുക്കുക അല്ലെങ്കിൽ സെല് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി എടുക്കാൻ പറ്റും. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ 1250, 1300 ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് സാധ്യത. ഈ ഒരു കൺസോൾട്ടേഷൻ കുറച്ച് കാലത്ത് തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും വരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും അത് സ്റ്റേബിളായ ഒരു വോളിയമാണ്. അപ്പോൾ കുറച്ച് കൺസോൾട്ടേഷൻ കുറച്ച് നീണ്ട പീരീഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പോഴത്തേക്ക് നമ്മൾ അത് ആ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന 1300, 1250 ഇടയ്ക്ക് നോക്കുക. അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം നമുക്കൊരു ഡിസിഷനിലേക്ക് പോകാം. യെസ് സർ, അപ്പം തന്നെ ടാറ്റ കെമിക്കൽസിലേക്ക് കൂടി വരികയാണ്. ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ഒരു 0.5% മുകളിലൊരു നഷ്ടത്തിലേക്കാണ് ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. ടാറ്റ കെമിക്കൽസിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ടാറ്റ കെമിക്കല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെക്ടർ വൈസ് തന്നെ അതിൽ ഒരു റിവേഴ്സ് വരുന്നുണ്ട്. പക്ഷേ വോളിയത്തിൽ വളരെ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. ബട്ട് ഇപ്പോൾ അത് പോസിറ്റീവ് ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് പറയാവുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ലെവലാണ്. ഈ 1000-ന് ഇപ്പോൾ പോവുകയാണെങ്കിൽ 1150 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 2 ലെവലുകൾ വാച്ച് ചെയ്യുക. പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇമ്മീഡിയറ്റ് ഉള്ളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 920 ലെവലിലാണ്.
ആ ഒരു 920ലും 960ക്ക് ഇടയ്ക്ക് ഒരു സ്മോൾ ട്രേഡിങ്, ഒരു ബ്രീത്തിങ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ്സ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്തിട്ട് എടുക്കുക. പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്, അതിൽ നമുക്ക് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഫണ്ടമെന്റൽസും ബാക്കിയുള്ള ഫേവറബിൾ കണ്ടീഷനാണ്. ഈ സെഗ്മെന്റിലെ സ്റ്റോക്സുകളിൽ നമ്മൾ പൊതുവെ പോസിറ്റീവ് ആണ്, അതേപോലെ തന്നെ ഈ സ്റ്റോക്സിലും പോസിറ്റീവ്. യെസ് സാർ, ഇന്നിപ്പോൾ എക്സ്പയറി കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു 25,160 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ 25,246 എന്നൊരു നിലയിലേക്കൊക്കെ എത്തിയെങ്കിൽ പോലും അവിടെ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കാണുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ നിഫ്റ്റി ഒരു എക്സ്പയറി വരുന്നത് വലിയ മൊമെന്റം ഒന്നും ഇല്ലാതെ തന്നെ അവസാനിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് പോയിന്റുകളും തന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. സൂരജ് സാർ, ഇന്നിപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനീഷ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലൊരു വളറ്റൈലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഒരു അത്തരത്തിലൊരു മൂവ്മെൻ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അനീഷ് സാർ എത്തിയിട്ടുണ്ട്. സാർ കേൾക്കാമോ? യെസ്, കേൾക്കാം. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ആ ഒരു ലെവലിൽ 25,200 ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് മേളിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ ലെവലിൽ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വോൾട്ടാലിറ്റി കുറവുള്ള ഒരു എക്സ്പയറി ആയിരിക്കും. സാധാരണ ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ വോൾട്ടാലിറ്റി കൂടിയ സെക്ഷൻസ് ഒക്കെ ആയിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ വോൾട്ടാലിറ്റി കുറഞ്ഞ ഒരു എക്സ്പയറി സെക്ഷൻ ആയിരിക്കാനാണ് സാധ്യത. ഈ 25,200 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു 1, 2, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരിക്കും. ബട്ട് അതിന്റെ സാധ്യത ഇപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. എഗെയിൻ ഇത് ലോയിലോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 25,000, 25,050 എന്നൊക്കെ പറയുന്നത് നല്ല സ്ട്രോങ് സപ്പോർട്ട് ഏരിയാസ് ആണ്. ഇപ്പോൾ അതുകൊണ്ട് അതിന് താഴോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെക്ടോറിയൽ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ബാങ്ക് ഇൻഡെക്സിലും വലിയ മൂവ്മെന്റ്സ് വരുന്നില്ല. അതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഒരു കൺസോളിഡേറ്റഡ് ഒരു അല്ലെങ്കിൽ ഒരു ലോ വോൾട്ടാലിറ്റി എക്സ്പയറി ആയിരിക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ ഇൻഫോസിലേക്ക് കൂടി എത്തുകയാണ്. ഇൻഫോസിൻ്റെ നമ്പേഴ്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഇടിവിലേക്ക്, ഏകദേശം 1% മുകളിൽ ഇടിവിലേക്കാണ് ഇൻഫോസ് ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. ഇൻഫോസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിസൾട്ട് വന്നതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് അതിൽ കാണുന്നില്ല. ബട്ട് ഞാൻ അതിൽ ഒരു നെഗറ്റിവിറ്റിയും എനിക്ക് അതിൽ കാണാനും കഴിയുന്നില്ല. ഇതൊരു കൺസോളിഡേറ്റഡ് ലെവലാണ്. കാരണം കഴിഞ്ഞ മെയ് മുതൽ ഇപ്പം വരെ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു വളരെ കൺസോളിഡേറ്റഡ്, സാധാരണ ഉള്ള വോൾട്ടാലിറ്റി ഇതിലില്ല. അത് IT സെക്ടറിൽ പൊതുവേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ നെഗറ്റീവുമല്ല വളരെ പോസിറ്റീവുമല്ല. സോ 1500, 1700 ഈ ലെവലുകളിൽ ഇത് കൺസോളിഡേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും പോസിറ്റീവ്നെസ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏത് സമയവും പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് ആണ്. വോളിയം അതേ കൺസിസ്റ്റന്റ് ആയിട്ട് തുടരുന്നു, അത് പോസിറ്റീവ് സൈഡാണ്. സോ അതുകൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും, ഉള്ള പോസിബിലിറ്റി നോക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പം തന്നെ ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്യുന്നൊരു ഓഹരി എന്ന് പറയുന്നത് ട്രെൻഡാണ്. 2.5% മുകളിലൊരു ഇടിവിലേക്കാണ് ട്രെൻഡ് ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഇന്നിപ്പോൾ, ക്ഷമിക്കണം, ഒരു വലിയൊരു ഇടിവിലേക്കാണ് ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. ട്രെൻഡ് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ട്രെൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസമല്ല കുറഞ്ഞ മാസങ്ങളായിട്ട് തന്നെ ഒരു പുതിയ ഹൈ ഒന്നും വരാതെ അത് താഴോട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ കഴിയുന്നത്. അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ബേസ് മൂവ്മെന്റ്സ് താഴോട്ടാണ്, അല്ലെങ്കിൽ പതിയെ താഴോട്ട് ഹെഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്ന വലിയ മൂവ്മെന്റ്സുകൾക്ക് ശേഷമുള്ള ഒരു ബ്രീത്തിങ് പോയിന്റ് മാത്രമല്ലായിരിക്കും, അതൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് പറയാനായിട്ട് 5000, 4800 2 ലെവലുകളുണ്ട്. ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഹെവി വോളിയംസും അതേ കഴിഞ്ഞാൽ ഒരു ലോ വോളിയം, അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ വോളിയത്തിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെയോ റീറ്റെയിലേഴ്സ് ട്രേഡേഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഏത് സമയം ആണ് ബൈ അല്ലെങ്കിൽ സെല്ല് എന്നുള്ള ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതേ ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ അതിനെ സംബന്ധിച്ച്, ആ സ്റ്റോക്സിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില സമയം വോൾട്ടാലിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു
കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് താഴോട്ടാണ് കാണിക്കുന്നത്. അത് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. 4800 സ്റ്റേബിൾ ആവുകയാണെങ്കിൽ മാത്രം നമുക്കത് അടുത്ത കമന്റിലേക്ക് പോകാവുന്നതാണ്. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. സൂരജ് സാർ, ഏതായാലും നമ്മുടെ ഒരു തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇപ്പോൾ അനീഷ് സാറും ഒക്കെ ഫാനായി മാറി സ്പോട്ട്ലൈറ്റിൻ്റെ ഒരു സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. സാർ, ഇന്നത്തെ സാറിൻ്റെ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഏതാണ്? അതില്ല, മാർക്കറ്റിൽ ഒരു സെയിങ് ഉണ്ട്, വി കനോട്ട് മേക്ക് മണി വിത്ത് എ ബോറോഡ് കൺവിക്ഷൻ. അതായത് മറ്റൊരാളൊരു സ്റ്റോക്ക് പറഞ്ഞു എന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ കേട്ടു എന്നോ വായനയോ കൊണ്ടോ നമ്മളൊരു സ്റ്റോക്ക് ഐഡിയ പിടിച്ചാൽ നമ്മൾ അവരെഴുതിയ ആളുടെ അതേ കൺവിക്ഷനിൽ തന്നെ അല്ലെങ്കിൽ ആ കോൺഫിഡൻസിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ അത് എഴുതിയ ആൾ മനസ്സിൽ നിന്നായിരിക്കും എഴുതിയത്, അദ്ദേഹം അതിൽ തൂങ്ങിക്കിടക്കാനുള്ള പേഷ്യൻസ് അദ്ദേഹത്തിന് ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ എപ്പോഴും, ഞാൻ ഈ സ്പോട്ട്ലൈറ്റ് എന്നല്ല, ഞാൻ ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് മാത്രമല്ല എല്ലാ പരിപാടിയും അവതരിക്കും, അല്ല ഏത് ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയുന്നത്, ഒരു സ്റ്റോക്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു കൺവിക്ഷൻ ഉണ്ടാവണം. ആ കൺവിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്കിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണം. നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ശ്വാസത്തിലും ആ സ്റ്റോക്കിനെ കുറിച്ചായിരിക്കണം നിങ്ങളുടെ ചിന്ത. എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് പെർഫോം ചെയ്യുന്നത്, ആ ബിസിനസ് റോഡിൽ എവിടെയൊക്കെ കാണുന്നു, സൂപ്പർ മാർക്കറ്റിൽ എവിടെയൊക്കെ കാണുന്നു, ആൾക്കാർ അതിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു, ആ ബിസിനസ്സുകളെക്കുറിച്ച്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സൽ ചെയ്ത് വരുന്നത്. അല്ലാണ്ട് ഈ ഫണ്ടമെൻ്റലും ടെക്നിക്കലും ഒക്കെ ടൂ മച്ച് പഠിക്കണം എന്നല്ല, പഠിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ഇവൻ തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നിങ്ങളും ആ സ്റ്റോക്ക് തമ്മിലൊരു ബന്ധമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ 6000 തൊട്ട് 7000 സ്റ്റോക്ക് വരെ ലിസ്റ്റഡ് ആണ്. അതിൽ 2000-2500 സ്റ്റോക്കാണ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക്. പലതും ലിക്വിഡ് ഇല്ലാതെയൊക്കെ കുറേ സ്റ്റോക്കുകൾ കിടപ്പുണ്ട് എന്നുള്ളതാണ്, ലിക്വിഡ് അല്ലാത്ത കുറേ സ്റ്റോക്കുകൾ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും 20-25 പോലെ ഇപ്പം ഞാൻ ചെയ്യണമെന്ന് പെർഫെക്റ്റ് ആണെന്നേ അല്ല, ഞാനൊരു സാധാരണക്കാരൻ. പക്ഷേ ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ സ്റ്റോക്സിൻ്റെയും പുറകെ പോയി റിസർച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആരെങ്കിലും മറ്റേ സ്റ്റോക്കിനെ കുറിച്ച് അറിയോ, ഈ സ്റ്റോക്കിനെ കുറിച്ചോ, ഈ 6000 സ്റ്റോക്ക് 7000 സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. ഇപ്പോൾ LNT, ലാർസൻ ആൻഡ് ടുബ്രോ എന്ന് പറയുന്ന കമ്പനിക്ക് അതിൻ്റെ ഒരു ആനുവൽ റിപ്പോർട്ട് വായിക്കണമെങ്കിൽ നമ്മൾ എത്ര മാസങ്ങൾ എടുക്കുമെന്നറിയോ, അതിന് എത്ര സബ്സിഡറി ഉണ്ടെന്നറിയോ. എന്നാലും നമ്മുടെ ഒരു ഉദ്ദേശം വെച്ച സ്നാപ്ഷോട്ടിൽ കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ വാറൻ ബഫേ പറയില്ലേ, നിങ്ങൾക്ക് എത്ര മക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു അത്രയും സ്റ്റോക്കുകളെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവാൻ പാടുള്ളൂ. അതിനെക്കുറിച്ച് ഗ്രാഹ്യമായിട്ട് പഠിക്കണം. അത് 4 ആവാം, 2 ആവാം, 3 ആവാം, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറയണത്. എപ്പോഴും എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, ഞാൻ സ്റ്റോക്ക് ഐഡിയ തേടി പോകാറില്ല. നമ്മുടെ വായനകളിൽ കൂടെ അല്ലെങ്കിൽ ദിനചര്യകളിൽ കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റി കൂടെ ഒരു സ്റ്റോക്ക് ഐഡിയ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്ന് പെടും. അതിൻ്റെ പുറകിൽ തൂങ്ങിപ്പിടിച്ച് ആണ് ഞാൻ സാധാരണ യാത്ര ചെയ്യാറ്. അത് ഏത് വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യണേ, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എങ്ങനെയുണ്ട്, ടെക്നിക്കൽസ് എങ്ങനെയുണ്ട്, മാർക്കറ്റ് ഇൻ്റലിജൻസ് എങ്ങനെയുണ്ട്, അതാണ് പൊതുവേ ഒരു രീതി. അല്ലാതെ ഇന്നാൾ പറഞ്ഞു അവിടെ കേട്ടു അങ്ങനെ നമുക്ക് ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലോട്ട് ചുമ്മാ ചാടാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുണ്ട്, ഞാൻ അതിൻ്റെ സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാലോ, ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഒരുപാട് ചെളിവെള്ളം അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് ചെളിവെള്ളം ഇറങ്ങുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കമ്മിറ്റി മെമ്പർ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, സുരേഷ്, നമുക്കൊരു STP നമുക്ക് വേണം, ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വേണം, പ്ലാൻ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇത് എന്തിനാണ് ഇവിടെ പറയണമെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അപ്പോൾ ആലോചിച്ചു, ശരിയാണല്ലോ, മൺസൂൺ ഓൾ ഇന്ത്യ ലെവൽ ഇതേപോലെ അറ്റാക്ക് ചെയ്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ ചെളിവെള്ളം കെട്ടിക്കിടക്കാം അല്ലേ. അപ്പോൾ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ ചെയ്യണ ഓപ്പർച്യൂണിറ്റി എന്ത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതേ വ്യക്തി എടുത്ത് വെച്ച് ഇതൊന്ന് പഠിച്ചിട്ട് പറയുമോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പഠിച്ചിട്ട് കുറേ കമ്പനികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ലിസ്റ്റഡ് കമ്പനിയെ ഞാൻ മനസ്സിലാക്കിയെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സ്റ്റോക്കുകളിലേക്ക് വരിക എന്നുള്ള. അപ്പോൾ ആ കമ്പനിയുടെ പേര് വേറെ ഒന്നുമില്ല, VA Tech Wabag എന്നുള്ള. അപ്പോൾ VA Tech Wabag എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനിയാണ്. ക്ലീൻസ് ആൻഡ് മാനേജസ് വാട്ടർ ഫോർ സിറ്റീസ്, ഗവൺമെൻറ്റ്സ്, ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അതായത് ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റിലും ഓഫീസുകളിലും വീടുകളിലും ഒക്കെ വരുന്ന ഡേർട്ടി വാട്ടറിനെ ഒരു STP സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വഴി അവരൊരു ക്ലീൻ വാട്ടർ സപ്ലൈ ചെയ്യണമെന്നുള്ള. അതുകൂടാതെ ഇവർക്ക് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്, അതിനൊക്കെ പറയുന്നത് ETP എന്നാണ്. അത് നമുക്കറിയാലോ, അതായത് ഈ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള വെള്ളം, അതായത് വെള്ളത്തിൽ കെമിക്കൽ കലർന്നതാണ് അല്ലെങ്കിൽ ഓയിലി സബ്സ്റ്റൻസ് കലർന്നതാണ്, ഇതൊക്കെ ബേസിക്കലി ഫാക്ടറിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അതിനെ ക്ലീൻ ചെയ്യാൻ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആണ്, അതായത് ETPs ആണ്. ഓക്കെ, മൂന്നാമത് വരുന്നത് ഡ്രിങ്കിങ് വാട്ടർ പ്ലാൻസ്. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഓപ്പൺ ലേക്ക് അല്ലെങ്കിൽ ഒരു റിവറിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിന് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഡീസൈലനേഷൻ പ്ലാന്റ്.
ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോൾട്ടി, ഈ കടൽ വെള്ളമൊക്കെ പ്രത്യേകിച്ച് ഇതൊക്കെ കോസ്റ്റൽ ഏരിയയിലാണ്, ആ സോൾട്ടി വാട്ടറിനെ കൺവേർട്ട് ചെയ്ത് പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ ആക്കുന്ന പ്രോസസ്സിനാണ് ഡീസാലിനേഷൻ പ്ലാന്റ് എന്നത്. ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഞാൻ പറഞ്ഞാൽ അവിടുന്ന് കെമിക്കൽ ഉൾപ്പെട്ട വെള്ളം അല്ലെങ്കിൽ ഓയിൽ സബ്സ്റ്റൻസ് ഉൾപ്പെട്ട വെള്ളം, അതുകൊണ്ട് ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ക്ലയൻ്റ് ആണ്. പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ, നമുക്കറിയാലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ ബോഡീസും ഒക്കെയാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്ന പ്രോജക്ട്സ് തന്നെ. അപ്പം മുനിസിപ്പൽ കോർപ്പറേഷൻസ്, അതായത് നാഷണൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രോജക്ട്സ് അവാർഡ് ചെയ്യുന്നത് ഈ രീതിയിൽ. പിന്നെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് തന്നെ ഈ കമ്പനി ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് ഏറ്റെടുക്കുന്നു. അപ്പോൾ കുറച്ച് ഓവർസീസ് ബിസിനസ്സും ഇവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഈ പ്യുവർ വാട്ടർ ടെക് പ്ലേ ആണ് ശരിക്കും പറഞ്ഞാൽ വിയടെക് വാബ എന്നുണ്ട്. ഇത് ഗ്ലോബലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യണമെന്നുള്ളത്. 30 കൺട്രിയിൽ 1300 പ്ലാന്റ് ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോകണേ എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം എക്സ്പെർട്ടീസ് അവർക്കുണ്ടെന്ന് നോക്കൂ. അത് മാത്രമല്ല നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് കുറേ സ്കീംസ് ഉണ്ടല്ലോ, ഈ നമാമി ഗംഗ ക്ലീൻ ചെയ്യാനായിട്ടുള്ള, പിന്നെ സ്മാർട്ട് സിറ്റീസ് ഒക്കെ വേണ്ടിയിട്ട് ഈ ഡീസാലിനൈസേഷൻ പ്ലാന്റും അല്ലെങ്കിൽ ഈ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സും STPസും ഒക്കെ പറയുന്നതിൻ്റെ അത് ഇവർക്ക് വളരെ പോസിറ്റീവായിട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇവർ ബേസിക്കലി പൈസ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇവർ ഇങ്ങനത്തെ പ്രോജക്റ്റിന് കോൺട്രാക്റ്റായിട്ട് ബിഡ് ചെയ്തിട്ട് ഇവർ ആ പ്രോജക്റ്റ് ഒരു ടേൺ കീ സൊല്യൂഷനിൽ ചെയ്തു കൊടുത്ത് ഇവരൊരു കോസ്റ്റ് മേടിക്കുന്നില്ല. രണ്ടാമത് ഇവർ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇവർ ഈ പ്ലാൻസ് ചെയ്തു കൊടുക്കും, ഒരു EPC കോൺട്രാക്ടറായിട്ട് നിന്ന് EPC ചെയ്തു കൊടുക്കും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ ഇവർ സ്വന്തമായിട്ട് ആ സ്ഥലങ്ങളിൽ പ്ലാന്റ് സ്ഥാപിച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ, ഒരു ഇയർലി ഫീസൊക്കെ എടുത്തിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ 3 രീതിയിൽ ഇവർ കാശ് ഉണ്ടാക്കുന്നു എന്നുള്ള ഇത് ഞാൻ പറഞ്ഞു തരേണ്ടതല്ലോ. വാട്ടർ എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ക്ലീൻ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, പോർട്ടബിൾ വാട്ടർ, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ്റെ അവകാശമാണ് ഒരു തുള്ളി വെള്ളം, നല്ല വെള്ളം, കുടിക്കാൻ പറ്റിയ വെള്ളം എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ പറയേണ്ട, ഇറ്റ് ഈസ് ആൻ യൂണിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ള. അതുമാത്രമല്ല ഈ കമ്പനിക്ക് ഹൈ ടെക്നോളജി എക്സ്പെർട്ടീസ് ഉണ്ട് എന്നുള്ള നല്ല കാര്യം. പിന്നെ നമുക്കറിയാലോ വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ESG അല്ലേ, ഒരു ഗ്രീൻ എനർജി ESG, അതായത് എക്കണോമിക്കൽ അല്ലേ, സോഷ്യൽ അല്ലേ, അങ്ങനെ എൻവയോൺമെന്റൽ സോഷ്യൽ അല്ലേ, ആ രീതിയിലുള്ള ESGയുടെ ഒരു ഗ്രോത്തും കൂടെ വരുമ്പോൾ ഈ ക്ലീൻ വാട്ടറിനുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് വരുന്നു എന്നുള്ള. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഈ വക ബിസിനസ്സിന് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഒരു ടെയിൽ വിൻഡായിട്ട് ആക്ട് ചെയ്യും. അത് മാത്രമല്ല ഈ ഒരു ബിസിനസ് കൊണ്ട് സൈക്ലിക്കൽ ബിസിനസ് അല്ല, എപ്പോഴും ആവശ്യമുള്ള ബിസിനസ്. അത് ചില സീസണിൽ മാത്രം കൂടുന്നു എന്നുള്ളതല്ല, ഈ സീസണിലാണ് നമ്മൾ അതിനെ കൂടുതൽ സംസാരിക്കുന്നത് എന്നുള്ള. ചെളിവെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൽ, കുടിവെള്ളത്തിൽ ചളി കലങ്ങി എന്നൊക്കെ പറയുന്നത് ഈ മൺസൂൺ സീസണിലാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത് സമ്മർ ടൈമിലാണ്. കാര്യം അപ്പോൾ കുടിവെള്ളം കിട്ടാനും ഇല്ല എന്നുള്ള. അപ്പോൾ ക്ലീൻ എനർജി, ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നേഷനും ഒരു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ കാണേണ്ടതെന്നുള്ളതാണ്. ഈ കമ്പനിയുടെ 2025 റവന്യൂ എന്ന് പറഞ്ഞാൽ 3294 കോടിയാണ്. പാറ്റ് എന്ന് പറയുന്നത് 295 കോടി, EPS 47 രൂപ, മാർക്കറ്റ് പ്രൈസ് 1590. ഓക്കെ, മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 9931 crores എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക, ഒരു ബിസിനസ് നമ്മുടെ ലൈഫിൽ. അതിൻ്റെ സ്റ്റോക്കെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ സ്റ്റോക്കിനെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാറുമില്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഇതാണ് ഞാൻ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിക്കുന്ന സ്റ്റോക്ക്. പിന്നെ തിലക് നഗർ ഇൻഡസ്ട്രിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻട്രി നമ്മുടെ അനീഷ് പറഞ്ഞു എന്നുള്ള. അനീഷ് കമ്പനി മാറിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അഹല്യ ഫിൻഫോറക്സ് എന്ന് പറഞ്ഞതിൽ പ്രേക്ഷകരോടും അനിലോടും അനീഷിനോടും അനീഷിൻ്റെ കമ്പനിയോടും ക്ഷമ ചോദിക്കുന്നു എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഒരു കാര്യം കൂടെ, ഞാൻ തിലക് നഗർ ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ തിലക് നഗർ ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ ഉണ്ടല്ലോ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4000 കോടിയാണ് ഈ ടേക്ക് ഓവറോട് ഇമ്പീരിയൽ ബ്ലൂ എടുക്കുന്നതോടുകൂടി 4000 കോടിയാണ്. ആ കമ്പനി എത്ര മാർക്കറ്റ് ക്യാപ്പിലാണ് ട്രേഡ് ചെയ്യണമെന്നറിയോ? 9300 crores. 9300 crores-ലാണ് 4000 കോടി ടേൺ ഓവർ ആവാൻ പോകുന്ന കമ്പനി ട്രേഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഇല്ലേ, യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ റവന്യൂ എത്രയെന്നറിയോ? 13000 കോടി. അത് ട്രേഡ് ചെയ്യണ മാർക്കറ്റ് ക്യാപ്പ് എത്ര? 1 ലക്ഷം കോടി. 13000 കോടി ടേൺ ഓവറുള്ള കമ്പനി 1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നു. ഈ 13ന്റെ ഏതാണ്ട് പകുതി 4000 കോടിയോളം റവന്യൂ ഉള്ള തിലക് നഗർ ഇൻഡസ്ട്രീസ് ട്രേഡ് ചെയ്യുന്നത് 9000 കോടി. ഇതൊരു റിലേഷൻ പഠിപ്പിച്ചെന്നുള്ള കാര്യം. ലോകത്തിലും ജീവിതത്തിലും വാല്യുവേഷൻ ഈസ് റിലേറ്റീവ്. അതായത് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് നമ്മൾ വില കൽപ്പിക്കുന്നത് നല്ലതാണ് മോശമാണെന്ന് കൽപ്പിക്കുന്നത് മറ്റൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഒരു അഡ്വൈസ് അല്ല, സോളിസിറ്റേഷൻ അല്ല. നിങ്ങളൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ റെക്കമെൻഡേഷനിൽ മാത്രം മുന്നോട്ട് പോവുക. വെറും അക്കാഡമിക് പ്രൊഫസർ മാത്രം പറഞ്ഞു. ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്സും എനിക്കും അനിലേക്കും പേഴ്സണലായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല, നമ്മുടെ റിലേറ്റീവ്സിനും ഇല്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ബാക്കിയാക്കില്ല.
ഏതായാലും നമ്മുടെ ഇപ്പം സുരജ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും കൺവിക്ഷൻ അനുസരിച്ച് മാത്രമായിരിക്കണം ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഒപ്പം തന്നെ അതിന് ആനുപാതികമായിട്ടൊരു സെബി രജിസ്റ്റർഡ് അനലിസ്റ്റിന് അഡ്വൈസ് കൂടി തേടിയതിനു ശേഷം മാത്രം നടത്തുക. ഏതായാലും നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ഏതായാലും മാർക്കറ്റിനെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം അടുത്ത മണിക്കൂറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.